അല്ല, നിങ്ങളിത് എന്ത് പരിപാടിയായി കാട്ടിക്കൂട്ടുന്നത്? നബിദിന ദിവസം, നബിദിന റാലി അല്ലെങ്കിൽ നബിദിന പരിപാടി ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കയറിയിട്ട് ഇമാതിരി പരിപാടി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി നിങ്ങൾ ഈ കാണിക്കണം മുസ്ലിങ്ങളെ? ബാക്കി സംഖ്യനി പറഞ്ഞോളൂ എന്താ കാണിച്ചതെന്നുള്ളത്. കേട്ടു നോക്കി. ഹിന്ദുവിന്റെ നെഞ്ചത്തോടെ എല്ലാവർക്കും ഒന്ന് കയറാം അല്ലെ, ആരും ഒന്നും പറയില്ല. കേരളത്തിൽ വരുന്ന സകലമാന ഹിന്ദുക്കളുടെയും നെഞ്ചിന്റെ ഹോൾസെയിൽ ഡീലറാണ് ഈ അമ്മച്ചി. അതുകൊണ്ടാണ് ആ അമ്മച്ചി അത് പറഞ്ഞത്. ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ഒരു അമ്പലത്തിൽ നിന്ന്, അതായത് മലപ്പുറത്തുള്ള ഏതൊരു അമ്പലത്തിൽ നിന്ന് ഈ നബിദിനം ആഘോഷിച്ചത്. നിങ്ങൾക്കത് കാണണ്ടേ? അയ്യോ, കാണണ്ട. മലപ്പുറം അല്ലേ? മലപ്പുറത്തെ ഹൈന്ദവരും മുസ്ലിംസുകളും എങ്ങനെയാണ് അവിടെ സൗഹൃദത്തിൽ ജീവിക്കുന്നതെന്ന് സകലമാന ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ അറിയാം. പിന്നെ നിന്നെപ്പോലുള്ള സംഘികൾക്ക് അതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടി ഒലിക്കും, സ്വാഭാവികമാണ്. എന്തായാലും കാണണ്ടേ എന്ന് ചോദിച്ചത് നീ ഒന്ന് കാണിച്ചാളാ, കാണിക്ക്. ഈ ചോദിച്ച സമയത്ത് മതേതരത്വം നീണാൾ വാഴട്ടെ എന്ന് നമുക്ക് പറയാം. നിങ്ങൾ കാണും. പരനാറി സംഘിനി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റേ ക്രിസ്ത്യാനികളൊക്കെ സൗഹൃദത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ നിന്നെപ്പോലുള്ള തീട്ടങ്ങൾക്ക് കുരുപൊട്ടുന്നത് സ്വാഭാവികമാണ്, മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് നിന്റെ കുഴപ്പമല്ല, നിന്റെ തീട്ട ചാണകക്കുഴികളുടെ കുഴപ്പമാണ്. സൗഹൃദമല്ല നിങ്ങൾക്ക് ആവശ്യം, ഭിന്നിപ്പ്, കുത്തിത്തീർപ്പ്, ഹിന്ദു മുസ്ലിം തമ്മിലടിപ്പിക്കലാണല്ലോ ലക്ഷ്യം. അപ്പം നിന്നെപ്പോലുള്ള നാറികൾക്കൊക്കെ കുരുപൊട്ടി ഒലിക്കും. അത് പിന്നെ മലപ്പുറം കൂടി ആകുമ്പോൾ കുറച്ചും കൂടി കുരുപൊട്ടി ഒലിക്കാൻ ചാൻസ് കൂടുതലാണ്. പരനാർച്ചി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടല്ലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയണം. മതേതരത്വം ഓക്കെ, അതൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾ പ്രശ്നമുണ്ടാകുമല്ലോ സംഖ്യന്. നിന്നെപ്പോലുള്ള ചാണകത്തീട്ടങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമല്ലോ. കാരണം മതസൗഹൃദമായി ഇരിക്കുന്നത് BJP RSS എന്ന് പറയുന്ന വോട്ടു ബാങ്കുകാർക്ക് പ്രശ്നമാണ്. കാരണം ഭിന്നിപ്പുണ്ടാകുമ്പോഴല്ലേ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിന്നെപ്പോലുള്ള ചാണകത്തീട്ടങ്ങൾക്ക് മതസൗഹൃദമാകുമ്പോൾ അത് പ്രശ്നമാണ്. നമുക്ക് ഊഹിക്കാൻ കഴിയും നിന്റെ രോദനം, അല്ലെങ്കിൽ നിന്റെ BJPക്കാരുടെ അല്ലെങ്കിൽ RSSകാരുടെ അല്ലെങ്കിൽ സംഘികളുടെ രോദനം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പറ. ഇതൊക്കെ ഹിന്ദുക്കളും മുസ്ലിംസും ഒരേ ഇതിൽ പെട്ടതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. നിങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറവും പറയുന്നത് നമുക്ക് നല്ല വൃത്തിക്കറിയാം. പക്ഷേ നിങ്ങൾ നേരെ മറിച്ച് ഒരു പള്ളിയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുമോ സഹോദരന്മാരോടാ ചോദിക്കുന്നത്? ഒരിക്കലും പറ്റില്ല. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും. അനുഭവിച്ച അറിഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പരനാറി സംഘിനി തീട്ടമേ, ലസിത പാലക്കൽ തീട്ടമേ, നീ എന്തനുഭവിച്ചറിഞ്ഞു എന്നാണ് ഈ പറയുന്നത്? രാവിലെ കക്കൂസിൽ തൂറാനിരിക്കുന്നതാണോ നീ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുന്നത്? പരനാറി തീട്ടമേ സംഘിനി. ഈ മുസ്ലിംസുകളെ ആ അമ്പലത്തിൽ പോയിട്ട് ആ പരിപാടി അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിംകളെ ആ അമ്പലത്തിലേക്ക് ആക്രമിച്ച് കയറിയതല്ല. അവിടെ ഉള്ള ഹൈന്ദവരായ നല്ല മനസ്സുള്ള ആൾക്കാർ മുസ്ലിംകളെ ക്ഷണിച്ചത് കൊണ്ടാണ് അവിടെ പോയിട്ട് ആ പരിപാടി നടത്തിയത്. അല്ലാതെ സംഘികളെ ബാബരി മസ്ജിദ് പള്ളി പൊളിക്കാൻ ആക്രമിച്ച് കയറി അങ്ങേറ്റത്ത് കയറി പൊളിച്ച ആ ആവേശത്തിലല്ല മുസ്ലിംകളെ ആ അമ്പലത്തിൽ കയറിയത്. ഹിന്ദുക്കളെ ക്ഷണിച്ചത് കൊണ്ടും അവിടെ പോയി ആ പരിപാടി നടത്തിയത്. പിന്നെ നീ എന്താ പറഞ്ഞത്? മുസ്ലിം പള്ളി ഇതുപോലെ തുറന്നു കൊടുക്കുന്നോ? കൊറോണ വന്നപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികൾ കൊറോണ രോഗികൾക്ക് തുറന്നു കൊടുത്തത് എനിക്ക് അറിയില്ലേ തീട്ടമേ? മാസങ്ങളോളം മുസ്ലിം പള്ളികൾ ആസ്പത്രിയാക്കി വെച്ചത് എനിക്കറിയില്ല തീട്ടമേ? അവിടെ മതത്തിൻ്റെയോ ഏത് ജാതിയാണ് ഈ പള്ളിയിലേക്ക് വരുന്നതെന്ന് ഒരു മുസ്ലിം അവിടെ നോക്കിയില്ലല്ലോ. പരനാറി സംഘിനി തീട്ടമേ. അപ്പം നീ എവിടെയായിരുന്നു?
ാണ് പറയാൻ കാരണം. ഇതൊരു വർഗീയതയായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. പക്ഷെ ഇമാതിരി ചെറ്റത്തരത്തിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരതായ വിശ്വാസമുണ്ട്. സംഖ്യനെ നീ വെങ്ങനെ കഴുകി മെഴുകണ്ട. മറ്റേ മനസ്സിലായ? മതസൗഹൃദത്തെ കുറിച്ചൊന്നും പറയാനുള്ള ഒരു യോഗ്യത നിനക്കില്ല. നിനക്കെന്ത് മാങ്ങാത്തൊലിയാണ് മതസൗഹൃദത്തിനെ കുറിച്ച് അറിയാം? ഭിന്നിപ്പും കുത്തിത്തിരിപ്പും ഉണ്ടാക്കാൻ നടക്കുന്ന പരനാറി സംഖ്യനി. അപ്പോൾ ഇവിടെ നല്ലവരായ മതസൗഹൃദത്തിൻ്റെ ഇഷ്ടം പോലെ ഹൈന്ദവരായും മുസ്ലിംകളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അവർ നോക്കിക്കോളും. നീ ഇതിൽ കയറി അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. വിശ്വാസത്തെയാണ് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത്. ഇവനൊന്നും വേറെ ശരിക്കും പറഞ്ഞാൽ ആ അമ്പലത്തിലെ വിശ്വാസമില്ലായ്മയാണ് ഇത് കാണിക്കുന്നത്. ഒരിക്കലും നമ്മളെ പ്രാർത്ഥനയും നമ്മളെ ആചാരങ്ങളും നമ്മളെ അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്ന ഈ ഒരു അമ്പലത്തിൽ ഇമ്മാതിരി തെണ്ടിത്തരം കാണിച്ച ആരാണെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരാളും ഉണ്ടാവില്ല. ആരാണെങ്കിലും നീ അങ്ങ് മൂക്കി കയറ്റി വലിക്കോ? നീ വലത്തും. നിനക്ക് ഈ മതസൗഹൃദവും സ്നേഹമൊക്കെ കാണുമ്പോ കുരുപൊട്ടി ഒലിക്കും സ്വാഭാവികം. അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിനക്ക് ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടുന്നുണ്ടെങ്കിലും പരനാറച്ചി സംഖ്യനി തീട്ടമേ, ഈ മുസ്ലിംകളെ കുറ്റം പറഞ്ഞിട്ട് അതിൽ കിട്ടുന്ന പൈസ വാങ്ങി നക്കാൻ നിനക്കൊരു ഉളുപ്പില്ല അല്ലേ? അത് കുഴപ്പമില്ല അല്ലേ? പരനാറച്ചി 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വർഗീയത കുത്തിത്തീർപ്പുണ്ടാക്കി മുസ്ലിംകളെ കടന്ന് ആക്ഷേപിച്ച് തള്ളിപ്പറഞ്ഞ് പറഞ്ഞ് കുറ്റവും പറഞ്ഞ് അതിൽ കിട്ടുന്ന കാശ് വാങ്ങി നക്കാൻ നിനക്ക് ഉളുപ്പില്ല. തീട്ടവൻ ഉളുപ്പില്ലാത്ത പരനാറച്ചി. നീ കയറി ഉണ്ടാക്കാൻ വരുന്ന പരനാറച്ചി. നീ ആദ്യം നിന്റെ മതത്തിൽ നടക്കുന്ന കള്ളത്തരങ്ങളെ പ്രതികരിക്ക്. ഓണത്തിന് വാഴ നട്ടുപിടിപ്പിച്ച ഒരു കർഷകന്റെ വാഴ അടിച്ചു മാറ്റി കൊണ്ടുപോയ പരനാറികളുണ്ട്. അവരെ കുറിച്ച് പ്രതികരിക്കുക. അല്ലാതെ ഈ മതസൗഹൃദത്തിന്റെ കയറിയിട്ട് അതിനെ ഭിന്നിപ്പുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കാതെ. കണ്ടില്ലേ? ഞാൻ എനിക്ക് കാണിച്ചു തരാം. വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണേ. നമസ്കാരം. ഓണമൊക്കെയാണേ. ഇത് കണ്ടോ കൊല വെട്ടിക്കൊണ്ടുപോയിക്കുന്ന താരോളികൾ നോക്കി. ഒരു കൊല 50 രൂപയ്ക്കാണ് കൃഷിഭവന് കൊല വിറ്റ്. ഇവിടെ ഉള്ള ഒരു നാറിക്കും മിനിമം 1000 രൂപയ്ക്ക് പണിയാത്ത ഒരു നാറിയില്ല. കൊല വെട്ടിക്കൊണ്ട് പോയിക്കുന്നുണ്ട്. ഇന്ന് വെട്ടിയാട്ടോ. കറയൊക്കെ ഒലിക്കുന്നുണ്ട്. ഇന്ന് വെട്ടിയതാണ്. ഇവൻ ഏതോനാണല്ലോ ഈ താലോളി. അതുകൊണ്ട് നോക്കത് ഇതുണ്ടോ കൊല വെട്ടിക്കൊണ്ട് പോയിക്കുന്നുണ്ടോ. കാരണം ഞാൻ 10-250 രൂപ മുകളിലൊരു വാഴയ്ക്ക് മുടക്കിയതാണ്. 50 രൂപയ്ക്കാണ് കൃഷിഭവന് കൊല വെട്ടി. അപ്പോൾ ഈ കൊല വെട്ടി കഴിയുമ്പോഴത്തേനും ഇവനൊക്കെ ഇവിടെ ഇതുണ്ട്. ഇത് തിരുവോണത്തിന് ചോറ് ഊമ്പാൻ വേണ്ടി ഏതോ പൂറിമാൻ വെട്ടിക്കൊണ്ട് പോയത്. അതുകൊണ്ടോ ഒരു പൂജക്കത്തിൽ കൊലച്ചു വരുവാണ്. ഈ പൂജക്കത്തിൽ വലിയ വലുപ്പമുള്ള കൊലയൊന്നും അല്ല, ചെറിയ. കണ്ട പരനാറി സംഖ്യനി കണ്ട. ഓണത്തിന് ആ കർഷകൻ വിളവെടുക്കാൻ വേണ്ടി വാഴ നട്ടിരിക്കുകയായിരുന്നു. അതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് തിരുവോണം നക്കിയ അതിനെക്കുറിച്ച് പ്രതികരിക്കുക. ആ കള്ളന്മാരെ കുറിച്ച് പ്രതികരിക്കുക. ഇതൊക്കെ നിന്റെ മതത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങളാണ്. ആ പാവപ്പെട്ട കർഷകന്റെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനെക്കുറിച്ച് പ്രതികരിക്കുക പരനാറി സംഖ്യനി. അല്ലാതെ നബിദിന പരിപാടിക്ക് മുസ്ലിംകളെ ഹിന്ദുക്കളെ ക്ഷണിച്ച് ആ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ആ പരിപാടി നടത്തിയതിന് അതിനൊരു കുത്തിത്തിരിപ്പും വർഗീയതയായിട്ട് വന്നിരിക്കുക പരനാറി സംഖ്യനി തീട്ടം. എന്നിട്ട് പറയാം ഞാൻ വർഗീയത സംസാരിക്കാറില്ല എന്ന്. പരനാർച്ചി. നിനക്ക് മുസ്ലിംകളെ കുറ്റം പറഞ്ഞ് കിട്ടുന്ന പൈസ വാങ്ങി നക്കാൻ ഒരു ഉളുപ്പുമില്ല. നിന്റെ മതത്തിൽ നടക്കുന്ന കള്ളത്തരങ്ങളും തട്ടിപ്പും വെട്ടിപ്പിനെ കുറിച്ച് പറയണി പരനാർച്ചി സംഖ്യനി തീട്ടമേ. ഉണ്ടാക്കാൻ വരല്ലേ, ഉണ്ടാക്കാൻ. നാറച്ചി.